നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ കേന്ദ്ര നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. കേന്ദ്ര നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും പങ്കെടുത്തു. കേരളത്തിലെ സാഹചര്യം മല്ലികാർജ്ജുൻ ഖർഗെയെ ധരിപ്പിച്ചെന്ന് ശശി തരൂർ. മുതിർന്ന നേതാക്കളെ ഉടൻ ഡൽഹിക്ക് വിളിപ്പിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനെന്ന് വ്യക്തമാകുന്ന ലിസ്റ്റ് പുറത്ത്. AICC നിരീക്ഷകൻ മുഗൾ വാസനിക്കിന്റെ കയ്യിലെ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റ് പുറത്തുവിട്ടത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച KC പക്ഷം. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിച്ചും അണികളെ തെരുവിലിറക്കി സമ്മർദ്ദ തന്ത്രം പയറ്റിയും സതീശൻ പക്ഷം. സതീഷിനെ അനുകൂലിച്ച് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനൊരുങ്ങി K. സച്ചിദാനന്ദൻ. രാജി ഇന്നുണ്ടായേക്കും. മുൾക്കിടക്ക വിടുന്നുവെന്ന് ഫേസ്ബുക്കിൽ. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജി സമർപ്പിക്കുമെന്ന് സൂചന. CPIM നിർദ്ദേശം മറികടന്ന കണ്ണൂരിൽ വീണ്ടും P. ജയരാജനെ പിന്തുണച്ച ഫ്ലെക്സ്. ഇവർ നയിക്കട്ടെ, ഇവരാണ് ഉത്തമം എന്ന വാചകത്തോടെ P. ജയരാജന്റെയും M. സ്വരാജിന്റെയും ചിത്രം ഉൾപ്പെടുത്തിയാണ് ഫ്ലെക്സ്. പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കളെയാണ് പാർട്ടിക്ക് വേണ്ടതെന്നും ഫ്ലെക്സിൽ. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിൽ. വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ടില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭൂരിപക്ഷവുമായി ആരെത്തിയാലും ക്ഷണിക്കുമെന്നും ഗവർണർ. സർക്കാർ രൂപീകരണത്തിനായി DMK, AIADMK സഖ്യ നീക്കങ്ങളും സജീവം. ബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP യോഗം. തിരുവനന്തപുരം കവടിയാറിൽ വൻ വാഹനാപകടം. അമിത വേഗതയിലെത്തിയ കാർ കാൽനടയാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ പാലക്കാട് സ്വദേശിനി നൌഷിദയ്ക്ക് ദാരുണാന്ത്യം. കൊച്ചിയിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി NS, ഡാനിഷ് കൊല്ലം സ്വദേശി രാഹുൽ എന്നിവർ. 3-ാം പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. ഹോർമൂസിൽ സംഘർഷം തുടരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ സജീവമാക്കി അമേരിക്ക. ചർച്ച തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മുതൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.